കേറ്. നീന്ന് മാറാ. ഓ, നമ്മളെ അടുത്ത് ജംഗ്ഷനിൽ ഇറക്കാന്ന് പോലും പറഞ്ഞില്ല. ഒറ്റ ചവിട്ട് വെച്ചു കൊടുക്കാനോ തോന്നിയത്. മനുഷ്യപ്പറ്റില്ലാത്ത വർഗം. അല്ല, അതൊക്കെ പോട്ടെ. നീ എന്താ പറയാൻ വന്നേ? നീ വെറും ഫ്രോഡ് അല്ലടാ, ഭൂലോക ഫ്രോഡാ. നീ എന്റെ മുന്നിൽ വരരുത്. ധ്വനി, 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 ഞാൻ പറയുന്നത് കേക്ക്. സാഹചര്യങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞാൻ ഫ്രോഡല്ല. എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം എന്താ? തൂക്കി കൊല്ലാൻ വിധിക്കുന്ന പ്രതിക്ക് പോലും പറയാൻ ഒരു അവസരം കൊടുക്കില്ലേ? പ്ലീസ് ഒന്ന് നിക്ക്. നിന്നാ നിനക്ക് എന്താ ഇനി പറയാനുള്ളേ? ഞാൻ ജനിച്ചത് സമ്പന്നതയുടെ മടിത്തട്ടിലാണെങ്കിലും ജനിച്ച് 15 വർഷവും 6 മാസവും 22 ദിവസവും കഴിഞ്ഞപ്പോ എന്റെ ഡാഡിയുടെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു. ഇപ്പൊ കുത്തോളെടുത്തിരിക്കുക. പക്ഷെ എന്റെ ഡാഡിക്ക് ആ സത്യം ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കോടീശ്വരനാണെന്നുള്ള മട്ടില്ല ഡാഡി ഇപ്പോഴും ജീവിക്കുന്നത്. ഡാഡിയെ ആ സങ്കല്പ ലോകത്ത് നിർത്താൻ വേണ്ടിയാ ഞാനൊരു കോടീശ്വരനായിട്ട് അഭിനയിക്കുന്നത്. ഓ, സൂര്യനായി തഴുകി ഉണർത്തുന്ന അച്ഛനെ ആവും നിനക്കിഷ്ടം. കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച സത്യം ശിവം സുന്ദരം എന്ന സിനിമ ഞാനും പണ്ട് TV കണ്ടിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? കഷ്ടം. കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് എന്നെ ചീറ്റ് ചെയ്തിട്ട് എന്റെ മുമ്പിൽ ഇനി കൂടുതൽ വേഷം കെട്ട് ഇറക്കണ്ട. അല്ല, ഞാൻ എന്ത് ചീറ്റ് ചെയ്തെന്നാ പറയുന്നേ? കള്ളം പറഞ്ഞ് ഞാൻ പ്രേമിച്ചോ? ഇല്ലല്ലോ. ഞാൻ കോടീശ്വരനാണെന്ന് താൻ തെറ്റിദ്ധരിച്ചത് ഈ എന്റെ കുഴപ്പമാണോ? ഓ, ഇപ്പൊ തെറ്റിയാര് ഞാനായോ? നിന്റെ പോസും പത്രാസും കണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചപ്പോ നീ എന്താ തിരുത്താതിരുന്നേ? നിനക്ക് വലിയ വലിയ ബിസിനസ്സുകളുണ്ടെന്ന് എന്തിനാ തള്ളിയത്? അത് പിന്നെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ എനിക്കൊരു സന്തോഷം തോന്നിയില്ലേ? ആ സന്തോഷം കെടുത്തണ്ടെന്ന് കരുതി ഞാനൊരു കാശുകാരനായിട്ട് അഭിനയിച്ചു. ലോക സമസ്ത സുഖിനോ ഭവന്തു, അതാണ് എന്റെ ലൈനെന്ന് തനിക്കറിയാലോ. നീ കോടീശ്വരനാണെന്ന് വിചാരിച്ച് ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടുന്നറിയോ? ഞാൻ നിന്റെ ഫ്രണ്ട്. ഞാൻ കാശുകാരനാണെങ്കിലും അല്ലെങ്കിലും നിനക്കെന്താ? കൈ കാശില്ലാത്ത ഫ്രണ്ടിനെ എനിക്ക് വേണ്ട. എന്നാ പിന്നെ അങ്ങ് പോ. എത്ര പരിപ്പുവടയും ബോണ്ടയും വാങ്ങി തന്ന ആ അശോകേട്ടന്റെ ചായക്കടയിലെ പറ്റുമ്പോഴേ നീ ഒറ്റ ദിവസം ഉണ്ടാക്കിയതാ. നന്ദി അവനോടി, നന്ദി. ഒരു ഓട്ടോ പിടിച്ചു പോകാനുള്ള കാശ് പോലും കയ്യിലില്ല. നടക്കാം. ചതിയൻ, ദുഷ്ടൻ, വഞ്ചകൻ. നീ അർജുനല്ലടാ, ചതിയൻ ചന്തുവാ, ചന്തു. ഇത്രയും വലിയൊരു തേപ്പ് ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാതിരിക്കട്ടെ. കോടീശ്വരനെ മോഹിച്ച അവൾക്കെ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പെണ്ണിനും കിട്ടാത്ത തേപ്പല്ലേ കിട്ടിയത്. അതിന്റെ ഷോക്കില. അമ്മായി, ഇതായിരിക്കും അവളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. ഇനി അവൾ കോടീശ്വരി ആവാനുള്ള മോഹങ്ങളൊക്കെ അങ്ങ് ഉപേക്ഷിച്ചോളും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലെത്തും. നമ്മളെന്ന് നന്നായിട്ട് ഉപദേശിച്ച അവർക്ക് ജീവിതത്തിൽ ജയിക്കാനുള്ള വാശിയുണ്ടാവും. PSC കോച്ചിങ്ങിന് കൂടുതൽ ശ്രദ്ധിച്ച ഈസി ആയിട്ട് അവൾക്കൊരു സർക്കാർ ജോലിയിൽ കയറാൻ പറ്റും. അതോടെ അവള് സേഫ് ആവും. പിന്നല്ലാതെ. അതെ, അവള് പറയുന്നതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്നു എന്നും പറഞ്ഞ് നീയല്ലേ എന്നെ കുറ്റപ്പെടുത്താറ്.